ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കയെ തളയ്ക്കാൻ നന്ദയ്ക്കൊപ്പം താനും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മോഹിനിയും ലക്ഷ്മിയും കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ നന്ദയ്ക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം കിട്ടി കേട്ടോ. കാരണം പിങ്കിയുടെ കഴിഞ്ഞായിട്ട് ഇനി അനുവദിച്ച് കൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ച് നമ്മുടെ നന്ദ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ എല്ലാവരെയും കൂടെ നമ്മുടെ നന്ദ വിളിച്ചു കൂട്ടി. അവിടെ അരുന്ധതിയും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയിരിക്കുക. അപ്പോൾ എന്തൊക്കെ ഈ തറവാട്ടിൽ നടക്കുന്നേ? എന്നും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ എന്ന് അരുന്ധതി. നിങ്ങൾ ആരും എനിക്ക് ഒരു സ്വൈര്യവും തരില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണോ ചോദിച്ചപ്പം മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ വല്യമ്മേ, ഞാനത് പറ്റാവുന്നത് പോലെയൊക്കെ വല്യമ്മയോട് പറഞ്ഞതല്ലേ സരോഗസിക്ക് പിങ്കയെ ഇൻവോൾവ് ചെയ്യിക്കരുതെന്ന്. അത് കേട്ടപ്പോൾ അത് കൊള്ളാം, കഥകളൊക്കെ എനിക്കും അറിയാവുന്നതാണ് നന്ദേ. ഏതോ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവസാനം പറ്റിച്ചുകൊണ്ട് പോയതല്ലേ എന്ന് ഗിരിജ ചോദിച്ചപ്പോൾ പിങ്കി ഇങ്ങനെ നന്ദയെ നോക്കുക. അതുപോലെ തന്നെ ഗൗതവും, പിങ്കി മോള് രക്ഷകയെ പോലെ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പം എന്ത് ചെയ്തേനെ? എനിക്ക് പിങ്കിയുടെ ചിറ്റയോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് നന്ദ അന്നേരം പറഞ്ഞു. പിന്നെ ഇത് ഈ വീട്ടിലെ പ്രശ്നമാണ്. ഇതിൽ യാതൊരു കാര്യമില്ലാത്തവർ തർക്കിച്ചുകൊണ്ടിരുന്നാലേ ഈ വീട്ടിൽ വല്യമ്മ ഇന്നും മുഴുവൻ മധ്യസ്ഥം പറയേണ്ടി വരുമെന്ന് പറഞ്ഞു നന്ദ. അപ്പം എന്താ കാര്യമെന്ന് വെച്ചാൽ നീ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ വളച്ചു കെട്ടുന്നില്ല വല്യമ്മേ, ഇതൊരു എഗ്രിമെൻ്റ് ആണ് എന്ന് പറഞ്ഞു. സരോഗസിയുമായി ബന്ധപ്പെട്ട് ഒന്നാം കക്ഷിയായി ഞാനും ഗൗതം സാറും കരുതുന്നത് പോലെ രണ്ടാം കക്ഷിയായി പ്രിയംവതി എന്ന പിങ്കി വരുന്നത് പോലെയും തയ്യാറാക്കിയ ഒരു കരാറാണെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. ഇതിൽ പിങ്കി ഒപ്പുവെക്കണം, സാക്ഷിയായി വല്യമ്മയും ഗിരിജ ചിറ്റയും ഒപ്പുവെക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവളുമാർ രണ്ടും കൂടെ ഒന്ന് ഞെട്ടി. രണ്ടിനെ തളയ്ക്കാൻ തന്നെയാണ് ആ ഒരു വലിയ ആയുധമായിട്ട് നമ്മുടെ നന്ദ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ എന്ത് എഗ്രിമെൻ്റ്? ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ് ഞാനും. ഹിന്ദി വരത്തിൻ്റെ അനന്തരാവകാശിയെ പ്രസവിക്കുക എന്നുള്ളത് എൻ്റെയും കൂടെ ആവശ്യമല്ലേ എന്ന് പിങ്കി ചോദിക്കുന്നു. ഇവിടെ ഒന്നാം കക്ഷി രണ്ടാം കക്ഷി എന്ന് പിങ്കി ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ നീ MBBS അല്ലേ പഠിച്ചത്? എവിടുന്ന് നിനക്ക് നിയമവിരുദ്ധമൊക്കെ കിട്ടിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഗിരിജി ഇങ്ങനെ ചോദിച്ചു. ഗൗതമൊന്നും മിണ്ടുന്നില്ല. ഈ സമയം വല്യമ്മേ, ഇതൊരു പ്രത്യേകിച്ച് ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയല്ല, നമ്മുടെ എല്ലാവരുടെയും പൊതു താല്പര്യം തന്നെ എഴുതി ചേർത്തിരിക്കുന്നതെന്ന് നന്ദ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴൊന്നും അരുന്ധതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഗർഭകാലം മുഴുവനും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ശ്രദ്ധയോടെ സംരക്ഷിക്കാമെന്നും അതിനു വേണ്ടുന്ന മരുന്ന്, പോഷകാഹാരങ്ങൾ എന്നിവ കൃത്യമായി കഴിക്കാമെന്നും സമയാസമയം ചെക്കപ്പുകൾക്കും ആവശ്യമെങ്കിൽ ചികിത്സകൾക്കും വിധേയാകണമെന്നും കരാറിലുണ്ട് എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. ഇതൊക്കെ ചെയ്യാൻ തയ്യാറുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ ത്യാഗം ഈ തറവാടിന് വേണ്ടി ചെയ്യാമെന്ന് ഏറ്റത്. പിന്നെന്ത് കരാറാണെന്ന് പിങ്കി ചോദിച്ചപ്പം തോക്കിൽ കയറി നീ വെടിവെക്കല്ലേ പിങ്കി, മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് നന്ദ അന്നേരം പറഞ്ഞു. അപ്പം അരുന്ധതി ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ സമയത്ത് ഗിരിജയെ നോക്കുക. മനഃപൂർവ്വമായ അലംഭാവത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഹാര പദാർത്ഥത്തിലൂടെയോ മരുന്നിലൂടെയോ അസ്വാഭാവികമായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിയമത്തിന് മുന്നിൽ നീ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഓഹോ, അപ്പം നീ മനഃപൂർവ്വം എന്നെ കരിവാരത്തേക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു പിങ്കി. വല്യമ്മായി, ഇപ്പം ഇവളുടെ ഉദ്ദേശം മനസ്സിലായില്ലേ? സ്വമനസാലെ ഞാൻ ചെയ്ത ത്യാഗത്തെ എഗ്രിമെൻറ്റിലാക്കുകയാണ്. അതിനർത്ഥം ആ എഗ്രിമെൻ്റ് ഉള്ളതിനെ ഭയന്നാണ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ജീവനെ സംരക്ഷിക്കുന്നത് എന്നാകുമല്ലോ എന്ന് ഈ പിങ്കി ഇങ്ങനെ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ നിൽക്കും എല്ലാവരും. എഗ്രിമെൻ്റ് ഇല്ലാത്ത പക്ഷം ഞാൻ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയേക്കും എന്നൊരു ദുർസൂചന കൂടി അതിലില്ലേ എന്ന് പിങ്കി ചോദിക്കുന്നു. ഇതൊന്നും കേട്ട് പിങ്കി നന്ദ ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പം നന്ദേ, പിങ്കി പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചു അരുന്ധതി. മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്തുന്നത് പോലെ തന്നെയല്ലേ ഈ ഒരു കരാറ് എന്ന് അരുന്ധതി ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാലേ ഓരോ വശത്തു നിന്ന് കുറേ നിബന്ധനകൾ എഴുതി ഉണ്ടാക്കി മറുഭാഗത്തു നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചാലേ അത്ര പെട്ടെന്ന് അത് വാലിഡ് ആകുന്ന കാര്യമൊന്നും അല്ല എന്ന് നമ്മുടെ അരുന്ധതി പറഞ്ഞു. അത് കേട്ടിട്ട് ഇങ്ങനെ നന്ദ ഇങ്ങനെ ഗൗതം സാറിനെ നോക്കുക. നിയമം കുറേ അറിയുന്നവളൊക്കെ തന്നെയാണ് ഞാനും കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിൽ യോജിപ്പില്ലായിരുന്നു, പക്ഷെ ഇതിലൊരു ശരിയുണ്ട് എന്ന് നമ്മുടെ ഗൗതം അന്നേരം പറഞ്ഞു. അപ്പോൾ അരുന്ധതി ഇങ്ങനെ നോക്കുക. പിങ്കി ഞെട്ടിപ്പോയി. ഇപ്പോൾ വല്യമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്നെ മോശക്കാരിയാക്കാൻ വേണ്ടി ഇവൾ അത്രമാത്രം അധ്വാനിക്കുന്നുണ്ടെന്ന് എന്ന് പിങ്കി പറഞ്ഞപ്പം നീ പറഞ്ഞത് ശരിയാ, ഞാൻ വല്ലാണ്ട് അധ്വാനിക്കുന്നുണ്ട്, തല പുകയ്ക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നീ വിചാരിക്കുന്നത് പോലെ നിന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കാനും നിന്നെ മോശക്കാരിയാക്കാനും ഒന്നും അല്ല. എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നന്ദ അന്നേരം എല്ലാവരുടെ മുന്നിൽ വെച്ചിങ്ങനെ പറയുക. ആ കുഞ്ഞിനെ എനിക്ക് പൂർണ്ണമായി എനിക്ക് വേണം അതൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഗിരിജയുടെ മുഖം അങ്ങ് വലിഞ്ഞു കയറി. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഞാൻ അറിയാതെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അതെന്താണെന്നൊന്ന് തുറന്നു പറയാനായിട്ട് നമ്മുടെ അരുന്ധതി പറഞ്ഞു. ഇവിടെ ആർക്കൊന്നും പറയാനില്ല,
അപ്പം എന്താ കാര്യമെന്ന് പറയാൻ പറഞ്ഞപ്പോൾ പിങ്കി ഇന്ന് ഡ്യൂട്ടിയിലായിരുന്ന ഗൗതം സാറിനെ വിളിച്ചിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് നമ്മുടെ നന്ദ അങ്ങ് പറഞ്ഞു. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ അരുന്ധതിയോട് നന്ദ വിശദീകരിച്ചു. പപ്പായ കഴിച്ചാൽ അബോർഷൻ ആകുമെന്ന് അറിഞ്ഞിട്ടും അത് കഴിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നോക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് അല്ലേ വല്യമ്മേ എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി, നേരാണോ പിങ്കി ഇത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയ്യോ, പിങ്കി മോള് വെറുതെ തമാശയ്ക്ക് ചെയ്തതാണെന്ന് ഗിരിജ പറയുക. അതെ, തമാശ തന്നെയാ. പക്ഷെ ആ തമാശ ഹൃദയം മുറിക്കുന്നതേ ഞങ്ങൾക്കാണ്, എനിക്കും ഗൗതം സാറിനുമാണ് എന്ന് നന്ദ പറഞ്ഞു. കാരണം ഒരു നുള്ളു മസാലദോശ തന്നില്ലെങ്കിൽ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാലേ ഞങ്ങളുടെ കുഞ്ഞിനെയാ. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ചോദിച്ചു. ഇത് കേട്ട് അരുന്ധതി ഒന്ന് ഞെട്ടി കേട്ടോ. അരുന്ധതിയുടെ മുന്നിൽ പിങ്കികളുടെ മുഖം മൂടി വലിച്ചു കീറി നമ്മുടെ നന്ദ. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് വല്യമ്മ മനസ്സിലാക്കണം, എത്ര വലിയ മാനസിക പീഡനത്തിലൂടെയാ ഞാനും ഗൗതം സാറും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ആരംഭത്തിലെ പിങ്കി ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ഈ ഗർഭകാലം മുഴുവനും ഞങ്ങൾ എന്തുമാത്രം തീ തിന്നേണ്ടി വരും എന്ന് നന്ദ ചോദിച്ചു. വല്ലതും പറയാനുണ്ടോ അരുന്ധതിക്ക്? പിങ്കിക്ക് ഒന്നും പറയാനില്ല. പിങ്കി ഇങ്ങനെ നിൽക്കുന്നു. ഒരു കോടതിയായി കണ്ടാണ് ഞാൻ അപേക്ഷയുമായി വല്യമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് ന്യായം വേണം വല്യമ്മേ. വരാനിരിക്കുന്ന വലിയ ഭീഷണികളിൽ നിന്നും, ഭീകരമായ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം എന്ന് നമ്മുടെ നന്ദ തറപ്പിച്ച് പറഞ്ഞു. പിങ്കിക്കും എല്ലാം പറയാനുണ്ടോ? ഈ സമയം ഗൗതം ഭയങ്കര ഗൗരവമായിട്ട് തന്നെ ഇരിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ജീവൻ്റെ സുരക്ഷിതത്വം പൂർണ്ണ ചുമതലയോടെ പിങ്കി ഏറ്റെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ കരാറിൻ്റെ സാരാംശം. അതിന് വേറൊരർത്ഥവും നിങ്ങൾ ആരും കാണണ്ട എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. പിങ്കിയോട് സൈൻ ചെയ്യാൻ വല്യമ്മ പറയണമെന്ന് പറഞ്ഞപ്പം, വല്യമ്മായി അതെ, ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് എന്നെ ഒരു അന്യാക്കി മാറ്റി തരം താഴ്ത്തരുത് എന്ന് പിങ്കി അന്നേരം പറയുക. അപ്പോൾ ഏട്ടത്തി, ദേ രണ്ടു പക്ഷത്ത് നിന്നും നോക്കുമ്പോൾ ന്യായമുണ്ട്. നന്നായിട്ട് ആലോചിച്ച് വേണം തീരുമാനം പറയാൻ എന്ന് പറഞ്ഞു. ഈ ഗിരിജേച്ചി പപ്പായുമായി പോകുമ്പോൾ ഞങ്ങൾ പ്രത്യേകം ചോദിച്ചതാ എന്തിനാണെന്ന്. പക്ഷേ മറച്ചു വെച്ച് മനഃപൂർവ്വം ഇവരെ ഭീഷണിപ്പെടുത്തിയതാണെന്നുള്ള കാര്യം മോഹിനി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗിരിജയ്ക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടിയോ? എൻ്റെ മോഹിനി, ഞാൻ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിനാ ദേ നീ കുറ്റം എൻ്റെ തല്ലിൽ ചാർത്തുന്നത്, അത് ഓർത്തോണം എന്ന് ഗിരിജ പറഞ്ഞപ്പോൾ, മതി നിർത്തിക്കോ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് നമ്മുടെ അരുന്ധതി അന്നേരം പറഞ്ഞു. എന്താണെന്ന് ചോദിക്കുന്നു. പിങ്കി ഇവിടുത്തെ കുടുംബാംഗമാണ്. ഇങ്ങനെയൊന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചാണ് പിങ്കി ഈ ഒരു കാര്യം ചെയ്തതെന്ന് കരാറ് വെക്കാൻ പറ്റില്ല എന്ന് അരുന്ധതി പറഞ്ഞു. അവിടെയും പിങ്കിക്കൊപ്പമാണ് അരുന്ധതി നിന്നത്. അത് കേട്ടപ്പോൾ പിങ്കിക്ക് സന്തോഷമൊന്ന് കാണാമായിരുന്നു, അതുപോലെ തന്നെ ഗിരിജയ്ക്കും. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദയുടെ വാക്ക് വെറും വെള്ളത്തിൽ വരച്ച വരയായിപ്പോയി. താങ്ക് യു വല്യമ്മായി എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി നിൽക്കുന്നു. അപ്പോൾ താങ്ക് യു ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജയെ നിൽക്കുന്നു. ഞങ്ങളെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം ഗൗതം, ദേ നിന്റെ സുഹൃത്ത് ആ വക്കീലിനെ വിളിക്ക്, എന്നിട്ട് അദ്ദേഹത്തിനോട് പറ ഈ എഗ്രിമെൻറ്റിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താൻ. അപ്പോഴേക്കും പിങ്കിയും അതുപോലെ ഗിരിജയെ ഒന്നും ഞെട്ടി. അവൾ മാർക്കറ്റ് പണി കിട്ടുമെന്ന് മനസ്സിലായി. ആലോചിച്ച് നിൽക്കുക എന്താ സംഭവമെന്ന്. ഇതിലുള്ള വ്യവസ്ഥകളെല്ലാം മാറ്റി പുതിയതൊന്ന് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറയാനായിട്ട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ നന്ദയെ നോക്കുക. ഗിരിജ അന്നേരം കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നന്ദ അന്നേരം ഒന്ന് സമാധാനമായിട്ട് നിൽക്കുക കേട്ടോ. മോഹിനിയും ലക്ഷ്മിയും ഒക്കെ നമ്മുടെ നന്ദയ്ക്കൊപ്പം തന്നെയാണ്. ഇപ്പം തന്നെ തയ്യാറാക്കി ഡ്രാഫ്റ്റ് ഇങ്ങോട്ട് അയക്കാൻ പറ. ഈ മുദ്രപത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദയുടെ കയ്യിലിരിക്കുന്നത് അതിൻ്റെ പകർപ്പാ. ദേ എല്ലാവരും സമ്മതിച്ചാൽ നമുക്കത് എഗ്രിമെൻ്റ് ആക്കി എടുക്കാമെന്ന് ഗൗതം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പിങ്കിയുടെ സകല ഇടപാടുകളും അവിടെ തീരുകയാണെന്നുള്ളത് ഇവർക്ക് തന്നെ മനസ്സിലായി. ഇനി പഴയതുപോലെ കിടന്ന് തുള്ളാൻ പറ്റത്തില്ലെന്നും, വേഗം ആവട്ടെ, ചില പോയിന്റ്സൊക്കെ ഇതിൽ നിന്ന് മാറ്റിയാലും കരാറ് വാലിഡാണ്, വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ് അരുന്ധതി തന്നെ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നു നമ്മുടെ ഗൗതത്തിനെ കൊണ്ടും നന്ദയെ കൊണ്ടും. അങ്ങനെ സമാധാനപരമായിട്ട് നിൽക്കുന്നു. ഇനി ഈ ഒരു കാര്യത്തിൻ്റെ പേരും പറഞ്ഞ് നിന്നെ ഇവിടെ ആരും കുറ്റപ്പെടുത്തില്ല, പറഞ്ഞു മനസ്സിലായെന്ന് പിങ്കിയോട് ചോദിക്കുകയാണ് അരുന്ധതി. നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ തറവാടിൻ്റെ അനന്തരാവകാശിയുടെ ജീവൻ വെച്ചിട്ടാണ് പിങ്കി, അത് നീ മറക്കരുത്. അത് ക്ഷമിച്ചാലേ ഹിന്ദീവരത്തിൻ്റെ കാരണവത്തി സ്ഥാനത്തിരിക്കാൻ ഞാൻ ഒരിക്കലും യോഗ്യയല്ലാണ്ടായി മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അരുന്ധതിയുടെ തീരുമാനം ഉറപ്പായി. എന്തായാലും ഈ കൊണ്ടുവരുന്ന എഗ്രിമെൻറ്റിൽ നീ ഒപ്പുവെച്ചിരിക്കണം. ഒന്നാം സാക്ഷി ഞാനാണെന്നും രണ്ടാം സാക്ഷി നിന്റെ ചിറ്റ ഗിരിജ. അത് കേട്ടപ്പോൾ പിങ്കിയുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പറഞ്ഞിട്ട് നമ്മുടെ മോഹിനിയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ പിങ്കിയെ കൊണ്ട് ഒപ്പ് വെപ്പിച്ച് കഴിഞ്ഞു. അവളുടെ സകല ഇടപാടുകളും തീർന്നു കഴിഞ്ഞു അവിടെ. അത് കണ്ടപ്പോൾ നമ്മുടെ നന്ദയ്ക്കും അതുപോലെ തന്നെ ഗൗതത്തിനും സമാധാനമായി.
ഒപ്പ് വെച്ച് എല്ലാം സെറ്റാക്കി നന്ദയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതാ നന്ദ എന്നും പറഞ്ഞ് നന്ദയുടെ കൈ കൊടുത്തിട്ട്, ഇനി ആരും ഈ കുഞ്ഞിൻ്റെ ജീവൻ വെച്ച് ഈ തറവാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദയുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കി കൊടുത്തു നമ്മുടെ അരുന്ധതി. എല്ലാ പ്രശ്നങ്ങളും മല പോലെ വന്നത് എലി പോലെ ഇറങ്ങിപ്പോയെന്ന് പറയില്ലേ, അതുപോലെ നമ്മുടെ നന്ദയ്ക്ക് സമാധാനമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മുറിയിലിരുന്ന് ചിറ്റയും മോളും കൂടെ സംസാരിക്കുക. എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ മോളെ എന്നും പറഞ്ഞു. പിങ്കി ഇങ്ങനെ ചിറ്റയെ തുറച്ചു നോക്കുക കേട്ടോ. ശോ, അവൾ ഡോക്ടറാണോ അതോ വക്കീലാണോ? അവിടെ വലിയ നിയമവശങ്ങളും പറഞ്ഞ് അവൾ വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞു കിടന്ന് തുള്ളുമ്പോൾ ചിറ്റ അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല, എപ്പോഴും എല്ലായിടത്തും ജയിക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്ന് പിങ്കി പറയുക. ചില തോൽവികളും നല്ലതാ, എങ്കിലേ നമുക്ക് കരുതലോടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പിങ്കി. എന്നാലും അവൾ എഗ്രിമെൻ്റ് ഒപ്പിട്ട് വാങ്ങിച്ചില്ലേ മോളെ എന്ന് ചിറ്റ ചോദിച്ചപ്പം പിങ്കി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. ഞാൻ തോറ്റു കൊടുത്തില്ലെങ്കിലും അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ അവളെന്താ തിരികെ വാങ്ങിച്ചുകൊണ്ട് പോകുമോ? ഒന്നുമില്ല, എനിക്കറിയാം അത് എന്ന് പിങ്കി പറഞ്ഞപ്പോൾ, പിന്നെ നീ എന്തിനാ മോളെ ഒപ്പിട്ട് കൊടുത്തത്? പുല്ലെന്ന് പറഞ്ഞ പോരായിരുന്നോ എന്ന് ഗിരിജ പിങ്കിയോട് ചോദിച്ചപ്പം വല്യമ്മയുടെ മുന്നിലേക്ക് അവൾ ഈ പ്രശ്നം വലിച്ചഴിച്ചു കൊണ്ടുപോയതാ എൻ്റെ വായ അടപ്പിച്ചത്. അവൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. വല്യമ്മയുടെ മുന്നിൽ ഞാനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ തകർക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പിങ്കി ഈ പുള്ളിക്കാരോട് പറയുക. ചിറ്റയ്ക്കറിയാവോ, ഈ കുടുംബത്തിന് അനന്തരാവകാശിയെ പ്രസവിച്ച് നൽകാനെത്തിയ ഞാനിപ്പോൾ വല്യമ്മയുടെ മുന്നിൽ അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ഇമേജ് എങ്ങാനും തകർന്നു പോയാലേ ഈശ്വര, ഹിന്ദി വരത്തിൽ എൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് പിങ്കി പറഞ്ഞു. അങ്ങനെ നോക്കിയാലേ നീ ഇപ്പം കാണിച്ചത് ബുദ്ധിയല്ലേ എന്ന് ഗിരിജ ചോദിച്ചു. അപ്പോൾ അതേന്ന് പിങ്കിയും പറഞ്ഞു, നിനക്ക് ഇത്രയും നല്ലൊരു ഇമേജ് ഉണ്ടെങ്കിൽ ഈ ഒരു കുടുംബത്തിലെ അനന്തരാവകാശിയെ ഉദരത്തിൽ ചുമക്കുന്ന പെണ്ണല്ലേ നീ? നിന്നെയല്ലേ ഇവിടെ എല്ലാവരും ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത്? അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ഉള്ളവർക്കും കൂടി ഇത് തോന്നണ്ടേ എന്ന് ചോദിച്ചു. തോന്നിയില്ലെങ്കിൽ നമ്മൾ അതിനെ തോന്നിപ്പിക്കണമെന്ന് ഗിരിജ. അപ്പോൾ പിങ്കി ആലോചിക്കുക, നീയാ ഈ തറവാട്ടിലെ ഏറ്റവും വിശിഷ്ട വ്യക്തി, നിന്നെ എല്ലാവരെയും കൊണ്ട് സ്നേഹിപ്പിക്കുകയും അംഗീകരിപ്പിക്കുകയും ചെയ്യണമെന്ന കാര്യം പറയണം ഗിരിജ. അതുപോലെ തന്നെ നന്ദയെ മറ്റുള്ളവർ വെറുക്കുകയും ചെയ്യണം. അതെങ്ങനെ നമ്മൾ ചെയ്യും എന്ന് പിങ്കി ചോദിച്ചപ്പം, എല്ലാം കൂടി ഒറ്റ അടിക്കൊന്നും നടക്കില്ല, പതുക്കെ പതുക്കെ നമുക്ക് ചെയ്തെടുക്കാം മോളെ, ഈ നോക്കിക്കോ. ഈ തറവാട്ടിൽ എനിക്ക് ആദ്യം ഒരു സ്ഥാനം ഉറപ്പിക്കണം. അതിപ്പോൾ എങ്ങനെയാ? അതൊക്കെ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജ അടുത്തത് ഏഷണിയും നുണയും പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ ഇവിടെ ചേട്ടന്മാരെല്ലാവരും കൂടെ അരുണിനെയും കൂട്ടിയിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൈനോട്ടക്കാരൻ വന്നതിനെ പറ്റിയും അയാൾ പറഞ്ഞതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അയാൾ കൈനോട്ടക്കാരൻ തന്നെയാണോ, എന്തെങ്കിലും പ്രശ്നക്കാരനാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കൈനോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭ്രാന്തനാവൻ. പവിത്ര രണ്ടാമതൊരു ദാമ്പത്യത്തിന് തയ്യാറാകുമെന്ന് അയാൾ പറഞ്ഞു. ആ സമയത്ത് അവൻ്റെ ഒരു സൈക്കോ മൂഡില്ലേ, അതാണ് നമുക്ക് മനസ്സിലാകാത്ത എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കഷ്ടം, അവൻ തലയ്ക്ക് വെളിവുള്ളവനും പറഞ്ഞാൽ ഫലിക്കുന്നവനും ആയിരുന്നെങ്കിലേ അരുണിൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെന്ന് പറഞ്ഞു. അതെന്ത് വർത്തമാനം അച്ഛൻ പറഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ അരുണിൻ്റെ അച്ഛൻ ചോദിച്ചപ്പോൾ, അല്ലാതെ പിന്നെ അവൾ പോയാൽ നിനക്ക് പൊന്നും പണവും ഒക്കെ വേണ്ടുവോളം കിട്ടുന്ന ഒരു വീട്ടിലെ പെണ്ണിനെ ഈ അച്ഛൻ തരവാക്കി തരുമായിരുന്നില്ലേ എന്ന് അരുണിനോട് പറയാം. പണം നോക്കിയൊന്നുമല്ല ഞാൻ അവളെ കെട്ടിയതെന്ന് അന്നേരം മകൻ നോക്കിയാ ഇപ്പം നിന്റെ അമ്മായിയപ്പൻ ബാറ്റുകാരൻ രത്നാകരനെ കൊട്ടയ്ക്ക് കൊണ്ടുവന്ന് കൊട്ടിയേനെ. അതൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ പവിത്രയെ പറ്റി നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ. അപ്പോഴേക്കും ഗിരിജ ഞാനൊരു സങ്കടം ബോധിപ്പിക്കാൻ വന്നാണെന്ന് പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വന്നു. ഇവിടെ വെച്ച് എന്താ കാര്യമെന്ന് ചോദിച്ചു. ഇവിടെ ഞങ്ങൾ ചെറിയൊരു കമ്പനി കൂടുവാണല്ലോ, എന്നാലും എൻ്റെ സങ്കടം കേൾക്കാൻ ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ഇവർ ചോദിച്ചു. എന്താ എൻ്റെ പ്രശ്നമെന്ന് അരുണും ചോദിച്ചു. ഞാനും എൻ്റെ മോളും ഇവിടെ ആരുമല്ല എന്ന് ഗിരിജ. അപ്പം അതെന്ത് വർത്തമാനാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് മഹേശ്വരൻ. നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ടാണോ എന്നോട് ഈ ദ്രോഹമൊക്കെ ചെയ്യുന്നത് എന്ന് ഗിരിജ ചോദിക്കുക. അപ്പോഴേക്കും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ദ്രോഹമോ? എന്ത് ദ്രോഹം? ഇപ്പതേ പിങ്കിമോളുടെ ത്യാഗത്തിന് ഇവിടെ ഒരു വിലയുമില്ല, പിന്നെയല്ലേ അവളുടെ ആൻറ്റിയായി എനിക്ക് വില കിട്ടാൻ പോകുന്നത്. അപ്പം ഇവരിങ്ങനെ നോക്കുക. ഈ പെണ്ണുമ്പിള്ളയാണെങ്കിൽ ഉള്ളതും ഇല്ലാത്തെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുക കേട്ടോ. ഇപ്പോൾ പിങ്കിമോള് ചെയ്ത നന്മ അതാരും മനസ്സിലാക്കിയില്ല, അവളെ കൊണ്ട് തന്നെ എഗ്രിമെൻ്റ് ഒപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്കിൽ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചതിൽ എന്താ ഇപ്പോൾ പ്രശ്നമുള്ളതെന്ന് അരുൺ ചോദിക്കുക. ഒരു പ്രശ്നവും ഇല്ലല്ലോ, അതിനിപ്പോൾ ആൻറ്റി ഇത്ര പറയാനിരിക്കുന്നത് എന്താ? എന്താ പ്രശ്നം? കാര്യം പറയാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനം ഇല്ലാണ്ടായില്ലേ എന്ന് ചോദിച്ചു ഗിരിജ. ആര് പറഞ്ഞു? പിങ്കി ഇവിടുത്തെ മരുമകൾ തന്നെയാണെന്ന് അടുത്തയാൾ. പക്ഷെ ഞാനൊന്നും അന്യല്ലേ,
ഒരു അഭിപ്രായവും പറയാൻ പാടില്ലാത്ത ഒരാൾ തന്നെയല്ലേ ചോദിച്ചപ്പം അത് ശരി, അല്ല അങ്ങനെ ആരാ നിങ്ങളോട് പറഞ്ഞേ, ഇങ്ങനെയൊക്കെ നിങ്ങളോട് ആരാ പെരുമാറിയെന്ന് ചോദിച്ചു ഇവരെല്ലാവരും. ഒരു കാരണവശാലും അവർ പറഞ്ഞതിനെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ആണുങ്ങളെല്ലാം കൂടെ അങ്ങ് തീരുമാനിക്കുന്നു. ഗിരിജയ്ക്ക് അത് ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ആണുങ്ങളെല്ലാവരും കൂടെ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഈ തോന്നി വർത്താനമൊക്കെ പറയുന്നത് കേട്ട് മകൻ ഇത് എന്താ ഈ കാണിക്കുന്നത് അച്ഛാന്ന് ചോദിച്ചു. എന്താടാ ഞാൻ പറഞ്ഞാൽ എന്താടാ കുഴപ്പം എന്ന് ചോദിച്ചു മകനോട് അച്ഛൻ ചൂടാകുക. അപ്പോൾ മോന് ഭയങ്കര ദേഷ്യം വന്നു. മദ്യം കഴിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതിന് പകരം ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ എടുത്ത് കൊടുത്തേക്കുവാണോ നിങ്ങളെന്ന് ചോദിച്ചോട് ദേഷ്യപ്പെട്ടു. കേട്ടോ ഏട്ടാ, എൻ്റെ മോൻ പറയുന്നത് കേട്ടോ, അവൻ പറയുന്നത് ഞാൻ കേട്ട് ജീവിക്കണമെന്ന്. അതൊന്നും നടക്കില്ലടാ, ഈ ജഗന്നാഥൻ അതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയിട്ടോ. ഇന്ത്യവരത്തിൽ ലക്ഷ്മിയും മോഹിനിയും കൂടെ അടുക്കളയിൽ നിൽക്കുക. അപ്പോൾ പവിത്ര വന്നില്ല. അപ്പോൾ പവിത്ര എന്തിയെ എന്ന് മോഹിനിയോട് ചോദിച്ചു നമ്മുടെ ലക്ഷ്മി. അപ്പോഴേക്കും അവൾ ഇന്നലെ വൈകുന്നേരം താമസിച്ചാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ പാവം ഒരുപാട് കരഞ്ഞോ എന്നൊക്കെ മോഹിനി പറയുക. പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപേ നീ 2-3 വട്ടം ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചു. നീയല്ലേ ആ പ്രശ്നം ഉണ്ടാക്കിയത്? ഒരു കാര്യമില്ലാതെയല്ലേ നീ അവളെ വഴക്ക് പറഞ്ഞതും അതിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചതും? അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു മോഹിനി എന്നും ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരിജ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, രാവിലെ തന്നെ ജോലിയൊക്കെ തീർത്ത് അടുക്കള പൂട്ടിയോ എന്ന് ഗിരിജ ചോദിക്കുക. പൂട്ടാനിപ്പോൾ എന്താ, ഈ അടുക്കള സദാസമയം തുറന്നു തന്നെ കിടക്കുന്നതാണെന്ന് ലക്ഷ്മി പറഞ്ഞു. അല്ല, ഞാൻ ആലങ്കാരികമായി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പാചകം ചെയ്യാൻ ആളില്ലാത്ത അടുക്കള പൂട്ടിയതായി നമ്മൾ കണക്ക് കൂട്ടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കൊള്ളാമല്ലോ, ഇവിടെ ആളില്ലെന്നോ? സ്ത്രീകൾ തന്നെ എത്ര പേരുള്ള വീടായത്? പോരാത്തതിന് പുറത്തുനിന്ന് ഇപ്പോൾ ഗിരിജയില്ലേ എന്ന് ചോദിച്ചു. ഞാനിവിടെ അടുക്കള പണിക്ക് വന്നതൊന്നുമല്ല എന്ന് ഗിരിജ അന്നേരം മോഹിനിയോട് പറയുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ, ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ പൊക്കി നോക്കിയിട്ട്. എന്നിട്ട് പാചകറാണിമാർ രണ്ടുപേരും കൂടി എന്താ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇപ്പോൾ പുട്ടും കടലക്കറിയുണ്ട്, പോരാത്തതിന് ദോശയുണ്ട്, ആവശ്യത്തിനെടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. എനിക്കത് മതി, പക്ഷേ പിങ്കിക്ക് അതൊന്നും പറ്റത്തില്ല എന്ന് ഗിരിജ. അതെന്താ, ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത വല്ല അസുഖമുണ്ടോ പിങ്കിക്ക്? ഒരു കണക്കിന് ഗർഭോര അസുഖം തന്നെയല്ലേ എന്ന് ഗിരിജ മോഹിനിയോട് ചോദിക്കുന്നു. ഇത് കേട്ട് ഇവരിങ്ങനെ തുള്ളി ഉറഞ്ഞു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.